ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ അവരുള്ളവർ എന്തെങ്കിലുമൊക്കെ വിഷമം കൊണ്ട് ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പണം കൊണ്ട് സഹായിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടായിട്ട് അവരെ സഹായിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ കുറച്ച് ആ സമയത്ത് അവർക്ക് നമ്മൾ ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവം എന്ന രീതിയിലൊക്കെ ആയിരിക്കും, അത്രയും സ്നേഹമായിരിക്കും. കാരണം നമ്മളൊരു സപ്പോർട്ട് അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇനിയുള്ള ആൾക്കാർ ചിലപ്പോൾ അത് മറന്നു പോകാം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല, ഇത് ചെയ്ത ആൾക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. ചില സമയം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നീ ബുദ്ധിമുട്ടിയപ്പോൾ നിന്നെ സഹായിച്ചത് അതല്ലേ പറയും, അങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർ പറയും ഞാൻ തിരിച്ചു സഹായിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സമയത്ത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടായിരിക്കാം ചിലപ്പം ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാകും. കാരണം ആ സ്നേഹത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ തോന്നിയ ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നത് കാണാൻ പറ്റാത്ത വേദനയുടെ പേരിൽ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരിക്കൽ പോലും തിരിച്ച് അവരുടെ അടുത്ത് അത് ചോദിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രവൃത്തി കൊണ്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരിൽ നിന്ന് ഒരു നന്ദി പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ കുറച്ച് കാര്യങ്ങളിലേക്ക് നന്നായി വരുന്ന സമയത്ത് ഒരിക്കലും അവർ തിരിച്ച് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴോ അവരുടെ മാനസികാവസ്ഥയിൽ നമ്മുടെ അടുത്ത് അവരൊരിക്കലും അതുപോലെ ഒരു പെർസെൻറ്റേജ് പോലും ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടാവില്ല. ഇത് ഒത്തിരി പേര് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അത്രയും നമ്മൾ മനസ്സിടിക്കുന്ന ഒരു കാര്യമാണ് അതല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് സഹായമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഓർക്കാട്ടോ. കാരണം അവർ നിങ്ങൾക്ക് പണമുള്ളത് കൊണ്ട് സഹായിച്ചതല്ല, അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും ആ ഒരു ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ നന്നാവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറിപ്പോകുന്ന സമയത്തും അവർക്ക് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ വലിയ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ മറന്നുപോയാൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. കാരണം ജീവിതത്തിൽ നമ്മളുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഇനിയിപ്പോൾ സഹായിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, ഇനി ഞാൻ ആരെയും സഹായിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ ഇല്ല, അവർ നന്നായ സമയത്ത് അല്ലെങ്കിൽ അവർ ലൈഫൊക്കെ അപ്ഗ്രേഡ് ആയ സമയത്ത് നമുക്കൊരു വില പോലും തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നത് ആ സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാണ്, അതുകൊണ്ട് തിരിച്ചതുപോലെ അവരുടെ നിന്ന് കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ പ്യൂറായിട്ടുള്ള സ്നേഹം അതെന്തായാലും നമ്മൾക്ക് വില മതിക്കാവുന്നതിനപ്പുറത്താണ്. ആ ഒരു പ്യൂറായിട്ടുള്ള ലവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കർമ്മക്കുള്ള ഫലം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടോ.